Hello all, today I'm going to share information on Information Security, Module 1, CBT 302, Basics of Security and Traditional Crypto Systems. In the last class, we learned about security attacks. Today we are moving on to security services. Last class, we learned about OSI security architecture and security attacks. Today we are going into security services. So what is security service? In the last class itself, I already mentioned about what is security service. It is a process or communication service that is provided by a system to give a specific kind of protection to system resources. സിസ്റ്റം റിസോഴ്സസിനുള്ള ഒരു പർട്ടിക്കുലർ പ്രൊട്ടക്ഷനെയാണ് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെയാണ് നമ്മൾ സെക്യൂരിറ്റി സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ X800, which is actually a standard developed by ITU T3, and this standard defines the security standards. And ഈ സ്റ്റാൻഡേർഡിൽ സെക്യൂരിറ്റി സർവീസിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സർവീസ് ദാറ്റ് ഈസ് ആക്ച്വലി പ്രൊവൈഡ് ബൈ എ പ്രോട്ടോകോൾ ലെയർ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് open systems that ensures adequate security of the system as well as of data advancements. X800 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ സെക്യൂരിറ്റി സർവീസ് എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ലെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. ആ സർവീസ് ആ പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റിനെയും അതേപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫറിനെയും എൻഷുർ ചെയ്യും. ഓക്കെ, RFC 2028 എന്ന് പറയുന്നതും ഒരു സെക്യൂരിറ്റി ഗ്ലോസറി ആണ്. അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതിൽ സെക്യൂരിറ്റി സർവീസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സർവീസ് ആയിട്ടാണ്. ദാറ്റ് ഈസ് പ്രൊവൈഡ് ബൈ എ സിസ്റ്റം ടു എ സ്പെസിഫിക് കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ടു ദി സിസ്റ്റം റിസോഴ്സസ്. സിസ്റ്റം റിസോഴ്സസിനുള്ള ഒരു പ്രൊട്ടക്ഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് സെക്യൂരിറ്റി സർവീസ് എന്നാണ് RFC 2028 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ സെക്യൂരിറ്റി സർവീസ് ആണ് സെക്യൂരിറ്റി പോളിസീസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി മെക്കാനിസംസ് എങ്ങനെ സെക്യൂരിറ്റി സർവീസിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ സെക്യൂരിറ്റി സർവീസ് ആണ്. X800 അതിൽ 5 കാറ്റഗറീസ് ഓഫ് സർവീസസ് ആണ് ഉള്ളത്. 14 സ്പെസിഫിക് സർവീസസും ഉണ്ട്. So X800 divides these services into 5 categories and 14 specific services. ഈ RFC 2028 എന്ന് പറയുന്നത് ഒരു ഇന്റർനെറ്റ് സെക്യൂരിറ്റി ഗ്ലോസറി ആണ്, വിച്ച് ഇസ് ഡെവലപ്ഡ് ബൈ ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ്. അതിന്റെ മെയിൻ എയിം തന്നെ സെക്യൂരിറ്റിയാണ്. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിനെ അതിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെർമിനോളജിയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ഓരോ സർവീസസിന്റെ കാറ്റഗറീസിൽ പോവാം. ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ കാറ്റഗറീസ് ഉണ്ടെന്ന് നോക്കാം. 5 കാറ്റഗറീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒതന്റിക്കേഷൻ, ആക്സസ് കൺട്രോൾ, ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി, ഡേറ്റ ഇന്റഗ്രിറ്റി ആൻഡ് നോൺ റിപ്യൂട്ടേഷൻ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള, ക്രിപ്റ്റോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഒതന്റിക്കേഷൻ, അതുപോലെ തന്നെ ആക്സസ് കൺട്രോൾ, ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി, ഡേറ്റ ഇന്റഗ്രിറ്റി, നോൺ റിപ്യൂട്ടേഷന്റെ ഒരു സമ്മറിയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഒതന്റിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇറ്റ്സ് ആക്ച്വലി authentication service is concerned with assuring that a communication is authentic. The communication should be authentic by making use of authentication service. In case of a single message such as warning or alarm message, the function of authentic service is to assure the recipient that the message is from source that it claims to be from, which means that in the case of a single message, ബോബ് ആലിസിന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു, അത് ചിലപ്പോൾ ഒരു കോൺഫിഡൻഷ്യൽ മെസ്സേജ് ആയിരിക്കാം. സോ ദ ഫംഗ്ഷൻ ഇസ് ദാറ്റ് ദ ഓതന്റിക്കേഷൻ സർവീസ് is to provide assurance for the recipient that the message is from the genuine source, അല്ലെങ്കിൽ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളതിന്റെ ഒരു ക്ലെയിം. അതാണ് ഈ ഒതന്റിക്കേഷൻ സർവീസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. In the case of an ongoing interaction such as connection of terminal to host, 2 accepts are actually involved.
ഏതൊക്കെ ആക്സെപ്റ്റ്സ് ആണ് നമുക്ക് നോക്കാം. The first one is that at the time of connection initiation, the service assures that the two entities are authentic. That is, each entity that claims to be. ഈ രണ്ട് ആസ്പെക്റ്റിൽ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ സർവീസ് ഒരു അഷ്വറൻസ് കൊടുക്കണം. എന്ത്? ആ എൻറ്റിറ്റീസ് ഒതന്റിക് ആണ്. ദാറ്റ് ഇസ് സെൻഡർ ടു റിസീവർ ആൻഡ് റിസീവർ ടു സെൻഡർ. അപ്പൊ രണ്ടുപേരുണ്ടെങ്കിൽ ആ രണ്ട് എൻറ്റിറ്റീസും ഒതന്റിക് ആണെന്നുള്ളൊരു ക്ലെയിം. അതാണ് ഈ ഒതന്റിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. The second one is that the service must assure that the connection is not interfered with a third party. ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസ് അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഒതന്റിക്കേഷൻ സർവീസിന്റെ ഒരു അഷ്വറൻസ് ആണ് സെക്കൻഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് ഒതന്റിക്കേഷൻസ് രണ്ടായിട്ടാണ് പറയാൻ പറ്റുന്നത്. പിയർ എൻറ്റിറ്റി ഒതന്റിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഡേറ്റ ഒറിജിൻ ഒതന്റിക്കേഷൻ ഉണ്ട്. Two specific authentication services, that is peer entity authentication and data origin authentication. Peer entity authentication provides for the corroboration of the identity of a peer entity in an association. That is the confirmation of the identity of peer entity in an association. പിയർ എൻറ്റിറ്റീസിന്റെ ഒതന്റിക്കേഷൻ ആണ് പിയർ എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പിയർ എൻറ്റിറ്റി ഒതന്റിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയേഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മളുടെ എൻറ്റിറ്റീസ് ഉണ്ടാവും, അതിന്റെ ഒതന്റിക്കേഷൻ. ഇപ്പോൾ ടു എൻറ്റിറ്റീസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ സെയിം പ്രോട്ടോകോൾ ആണോ ഡിഫറെന്റ് സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ടു TCP modules in two communication systems are actually involved. Peer entity authentication is provided for the use at the establishment of or at the times during the data transfer phase of connection. ഓൾറെഡി ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ആ പിയേഴ്സിനെ ഒതന്റിക്കേഷൻ കൺഫേം ചെയ്തിട്ടുണ്ടാവണം. It attempts to provide confidence that an entity is not performing either a masquerade or unauthorized replay of a previous connection. And it also provides the assurance that there is no any other third party involvement in that communication or connection. Data origin authentication, second one. It provides the corroboration of the source of a data unit. Data unit in ഒരു സോഴ്സ്, ഡേറ്റ യൂണിറ്റിന്റെ സോഴ്സിന്റെ ഒരു കൺഫർമേഷൻ. കാരണം ഇത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡേറ്റ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു അഷ്വറൻസ് ആണ് ഡേറ്റ ഒറിജിൻ ഒതന്റിക്കേഷൻ കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. This type of service supports applications like electronic mail, where there is no prior interaction between the communication entities. Next, we move on to the access control. So, in the terms of network security, access control is actually the ability to limit and access a particular control in applications or host systems by making use of certain communication links. To achieve this, each entity trying to gain access must first be identified or authenticated so that the access right can be tailored to the individual. So, in the case of network security, ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിക്ക് അതിന്റെ ആക്സസ് കൺട്രോൾ ലിമിറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അതിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു എല്ലാ കൺട്രോൾസും അതിന് ആക്സസിബിൾ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷന്റെ കാര്യം എടുത്താൽ തന്നെ നമ്മൾക്ക് അവിടെ അറിയാം ഓരോ പൊസിഷൻ ഉണ്ടാവും ഓരോരുത്തർക്കും. ആ പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസിൽ അവർക്ക് ആക്സസ് ഉണ്ടാവുന്നത്. ലോ ഗ്രേഡിലുള്ള ചിലവർക്കൊക്കെ ചിലപ്പോൾ ചില ആക്സസ് പോസിബിൾ ആയിരിക്കും, എല്ലാ ആക്സസും അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ അഡ്വാൻസ് പൊസിഷനിലുള്ളവർക്കായിരിക്കും ചിലപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യാനുള്ള ആക്സസ് ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് മെൻഷൻഡ് ഇൻ ദ കേസ് ഓഫ് ആക്സസ് കൺട്രോൾ സർവീസ്. തേർഡ് വൺ ഈസ് ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി. Confidentiality is actually the protection of transmitted data from passive attacks. What is passive attacks? So passive attacks എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പർട്ടിക്കുലർ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജിന്റെ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് വ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് അവർ പാസ് ചെയ്തേക്കുന്നത്, മെസ്സേജ് എന്താണ് അവർ പാസ് ചെയ്തേക്കുന്നത്, വായിക്കുക, റീഡ് ചെയ്യുക. നോ ഓൾട്ടറേഷൻ ഓഫ് എനി മെസ്സേജസ് ഇസ് ഡൺ ഇൻ ദി പാസീവ് അറ്റാക്ക്. ഓൺലി റീഡിങ് ഓർ ഒബ്സർവിങ് the pattern of messages transmitting through the network.
അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷനെയാണ് നമ്മൾ ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വിത്ത് റെസ്പെക്ട് ടു ദ കണ്ടന്റ് ഓഫ് ഡേറ്റ ട്രാൻസ്മിഷൻ, സെവറൽ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻസ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. The broadest service protects all user data transmitted to users of a period of time. ഇവിടെ 4 ടൈപ്സ് ആണ് നമ്മൾ ഡേറ്റ കോൺഫിഡൻഷ്യൽ സബ് ഡിവിഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 4 സർവീസസ്. ദാറ്റ് ഇസ് കണക്ഷൻ കോൺഫിഡൻഷ്യാലിറ്റി, ദാറ്റ് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓൾ യൂസർ ഡേറ്റ ഓൺ എ കണക്ഷൻ. ഒരു കണക്ഷനിലുള്ള പ്രൊട്ടക്ഷൻ ഓഫ് യൂസറിന്റെ ഡേറ്റ, അതിനെയാണ് നമ്മൾ കണക്ഷൻ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. കണക്ഷൻലെസ് ആണെങ്കിലോ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. Without a connection oriented session, how user data is protected. അപ്പോൾ അവിടെ ഒരു സിംഗിൾ ഡേറ്റ ബ്ലോക്കിന്റെ കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെയാണ് നമ്മൾ കണക്ഷൻലെസ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. തേർഡ് വൺ ഇസ് സെലക്റ്റീവ് ഫീൽഡ് കോൺഫിഡൻഷ്യാലിറ്റി. യൂസർ ഡേറ്റയുടെ ഒരു സെലക്റ്റീവ് പോർഷൻ അല്ലെങ്കിൽ സെലക്റ്റീവ് ഫീൽഡിന്റെ കോൺഫിഡൻഷ്യാലിറ്റി, അത് കണക്ഷൻ ആവാം, വിത്ത് കണക്ഷൻ ആവാം, വിത്തൗട്ട് കണക്ഷൻ ആവാം. ആ കേസിലുള്ള ഒരു കോൺഫിഡൻഷ്യാലിറ്റിയാണ് സെലക്റ്റീവ് ഫീൽഡ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ട്രാഫിക് ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി ആണ് ഫോർത്ത് വൺ പറഞ്ഞിട്ടുള്ളത്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻഫർമേഷൻ ദാറ്റ് മൈറ്റ് ബി ഡിറൈവ്ഡ് ഫ്രം ദ ഒബ്സർവേഷൻ ഓഫ് ട്രാഫിക് ഫ്ലോസ്. This requires that the attacker not able to observe the source and destination, frequency, length, or other characteristics of the traffic on a communication facility. Traffic flow confidentiality protects against the disclosure of the information by observing the patterns and characteristics of communication, even if the data is encrypted. ഒരു ഡേറ്റ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അത് പാറ്റേൺ ഒബ്സർവ് ചെയ്ത് എന്തായിരിക്കാം ആ മെസ്സേജ് എന്ന് ഒരു ഗസ് ചെയ്യുന്ന ഒരു ഒരു അറ്റാക്ക് ഉണ്ട്, പാസീവ് അറ്റാക്ക്. ആ അറ്റാക്കിനെ എല്ലാം, അത് ട്രാഫിക് ഫ്ലോ അറ്റാക്ക് ആയിട്ടാണ് പറയുന്നത്, ആ അറ്റാക്കിനെ എല്ലാം പ്രിവെന്റ് ചെയ്യുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ട്രാഫിക് ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. റിസീവർ ആരാണോ, സെൻഡർ ആരാണോ, അതിന്റെ ഐഡന്റിറ്റി എന്താണോ, എന്തായിരിക്കും അവരുടെ ഫ്രീക്വൻസി, മെസ്സേജിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലെങ്ത്, അതൊന്നും ഇവിടെ ഒന്നും, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാഫിക് ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി, അതെല്ലാം പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് ട്രാഫിക് ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് ഡേറ്റ ഇന്റഗ്രിറ്റി. ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ദ അഷുറൻസ് ദാറ്റ് ദ ഡേറ്റ റിസീവ്ഡ് ആർ എക്സാക്ട്ലി സെൻഡ് ബൈ ആൻ ഓതറൈസ്ഡ് എൻറ്റിറ്റി. ഇവിടെ ഒരു ഓൾട്ടറേഷൻ നടത്താണ്ട് ഒറിജിനൽ ഡേറ്റ തന്നെയാണ് റിസീവർ റിസീവ് ചെയ്തിട്ടുള്ളത് ഒരു അഷുറൻസ് ആണ് ഡേറ്റ ഇന്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദിസ് ഇസ് ദ മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് അപ്രോച്ച് ഇസ് ദി ടോട്ടൽ സ്ട്രീം പ്രൊട്ടക്ഷൻ. ടോട്ടൽ സ്ട്രീം പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ പല ടൈപ്സ് ഉണ്ട്. കണക്ഷൻ ഓറിയന്റഡ് ഇന്റഗ്രിറ്റി സർവീസസ് ഉണ്ട്. നമ്മൾ ഈ ഒരു പേജ് എടുക്കുമ്പോൾ കാണാൻ പറ്റും. ദി കണക്ഷൻ ഇന്റഗ്രിറ്റി വിത്ത് റിക്കവറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് പ്രൊവൈഡ്സ് ദി ഇന്റഗ്രിറ്റി ഓഫ് ഓൾ യൂസർ ഡേറ്റ ഓൺ കണക്ഷൻ ആൻഡ് ഡിറ്റക്ട്സ് എനി മോഡിഫിക്കേഷൻസ് in insertion, deletion or replay of any data within an entire data sequence. ആ entire data sequence അതിന് എന്തെങ്കിലും ഓൾട്ടറേഷൻ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യും. ഇപ്പൊ ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു സർവീസും ഈ കണക്ഷൻ ഇന്റഗ്രിറ്റി വിത്ത് റിക്കവറി എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണക്ഷൻ ഇന്റഗ്രിറ്റി വിത്തൗട്ട് റിക്കവറി എന്ന് വെച്ചാൽ അത് ഡിറ്റക്ഷൻ മാത്രമേ ഉള്ളൂ, റിക്കവറി മെക്കാനിസംസ് അവിടെ ഇല്ല. Then selective field connection integrity. സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ ഇന്റഗ്രിറ്റി ഉണ്ട്, കണക്ഷൻലെസ് ഇന്റഗ്രിറ്റി ഉണ്ട്. ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫീൽഡ്, ഡേറ്റ യൂസർ ഡേറ്റയുടെ പർട്ടിക്കുലർ ഫീൽഡ്, അത് ആ ഒരു ഫീൽഡിലുള്ള ഡേറ്റയുടെ ഇന്റഗ്രിറ്റി ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇവിടെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നടന്നിട്ടുണ്ടോ, ഇൻസെഷൻസ് നടന്നിട്ടുണ്ടോ, റീപ്ലേ മെസ്സേജ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിലീഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നില്ല. അതാണ് സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇതിവിടെ ഒരു കണക്ഷൻ ഉണ്ടാവും, ഒരു കണക്ഷനിൽ നടക്കുന്ന ഒരു കാര്യം പറയുന്നത്. കണക്ഷൻ ലെസ് ആണെങ്കിലോ അവിടെ കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇനി കണക്ഷൻലെസ് ഇന്റഗ്രിറ്റി ഒരെണ്ണമുണ്ട്. കണക്ഷൻലെസ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഇവിടെ കണക്ഷൻ ഉണ്ടാവില്ല, ഇന്റഗ്രിറ്റി ഓഫ് യൂസർ ഡേറ്റ അവിടെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു പർട്ടിക്കുലർ ഡിറ്റക്ഷനും കൂടെ ഉണ്ട്. ഞാൻ റീപ്ലേ ഡിറ്റക്ഷനും കൂടി, ഒരു ലിമിറ്റഡ് ഫോം ഓഫ് റീപ്ലേ ഡിറ്റക്ഷനും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കണക്ഷൻലെസ് ഇന്റഗ്രിറ്റിയിൽ.
മോഡിഫിക്കേഷൻസ് മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഓൾട്ടറേഷൻ മീൻസ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ ഡിലീഷൻ മാത്രമല്ല, ഇവിടെ അഡീഷണൽ ആയിട്ട് റീപ്ലേ ഡിറ്റക്ഷനും കൂടി കണക്ഷൻലെസ് ഇന്റഗ്രിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് നോൺ റിപ്പുഡിയേഷൻ. That is provides protection against denial by one of the entities involved in a communication of having participated in all or part of communication. ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്ന എൻറ്റിറ്റീസിന്റെ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ, അവർക്ക് ഒരു 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 സർവീസിൽ നിന്നും ഡിനൈ ചെയ്യാൻ പാടില്ല. ആ കമ്മ്യൂണിക്കേഷൻ അവർക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ടാകുന്നത്. അതേപോലെ തന്നെ എന്താണ് അവർക്കൊരു സർവീസസും ഡിനൈ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഫോർ നോൺ റെപ്യൂട്ടേഷൻ ഒറിജിൻ എന്ന് പറയുന്നത് ഈ മെസ്സേജ് ഒരു സ്പെസിഫൈഡ് പാർട്ട് തന്നെയാണ്, ഒറിജിൻ തന്നെയാണ് സെൻഡ് ചെയ്തിട്ടുള്ളതിന്റെ ഒരു പ്രൂഫ്. നോൺ റെപ്യൂട്ടേഷൻ ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫൈഡ് പാർട്ടി തന്നെയാണ് ഇത് റിസീവ് ചെയ്തിട്ടുള്ളതിന്റെ ഒരു പ്രൂഫാണ് നോൺ റെപ്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജസും ഇപ്പൊ റിസീവറിന് കിട്ടാനുള്ള മെസ്സേജസുകളൊന്നും ഡിനേ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ സെൻഡർ സെൻഡ് ചെയ്തിട്ടുള്ള മെസ്സേജസ് എല്ലാം നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവൈലബിൾ ആക്കണം. നോൺ റെപ്യൂട്ടേഷൻ ഒറിജിൻ എന്ന് പറയുന്നത് ദ മെസ്സേജ് വാസ് സെൻഡ് ബൈ സ്പെസിഫൈഡ് പാർട്ടി, അതിന്റെ പ്രൂഫാണ്. അതുപോലെ തന്നെ പ്രൂഫ് ദാറ്റ് മെസ്സേജ് വാസ് റിസീവ്ഡ് ബൈ ദ സ്പെസിഫൈഡ് പാർട്ടി ഈസ് കോൾഡ് നോൺ റെപ്യൂട്ടേഷൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഫൈനലി ഇവിടെ വേറെ ഒരു അവൈലബിലിറ്റി സർവീസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ 5 സർവീസ് എന്ന് പറഞ്ഞാൽ കൂടിയും ഒരു ഫണ്ടമെന്റൽ സെക്യൂരിറ്റി സർവീസ് ഓൾറെഡി നമ്മൾ CIA ട്രയാഡിൽ മെൻഷൻ ചെയ്തിരുന്നു, ദാറ്റ് ഇസ് അവൈലബിലിറ്റി. സോ അവൈലബിലിറ്റി സർവീസിന്റെ കാര്യം കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. സോ അവൈലബിലിറ്റി സർവീസ് ആക്ച്വലി ഫണ്ടമെന്റൽ സെക്യൂരിറ്റി സർവീസ് ദാറ്റ് എൻഷുവേഴ്സ് authorized users have reliable and timely access to data, resources and systems whenever needed. ഓതറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ യൂസേഴ്സിനും അവർക്ക് ടൈംലി ആക്സസ് ഓഫ് ഡേറ്റ പോസിബിൾ ആക്കി കൊടുക്കുന്ന സർവീസാണ് അവൈലബിലിറ്റി സർവീസ് എന്ന് പറയുന്നത്. ഇത് X800ലും RFC 2028ലും ഈ പർട്ടിക്കുലർ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവൈലബിലിറ്റി സർവീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓതറൈസ്ഡ് സിസ്റ്റം എൻറ്റിറ്റിക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റണം, സിസ്റ്റം റിസോഴ്സസ് എല്ലാം കറക്റ്റ് ടൈമിൽ ആക്സസ് ചെയ്യാൻ പറ്റണം എന്നാണ് അതിൽ 2ലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ലോസ് റിഡക്ഷൻ ഇൻ അവൈലബിലിറ്റി ഓർ ലോസ് ഓഫ് അവൈലബിലിറ്റി മേ റിസൾട്ട് ഇൻ വെറൈറ്റി ഓഫ് അറ്റാക്സ്. അല്ലെ, വെറൈറ്റി ഓഫ് അറ്റാക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. Some of these attacks are amenable to automated countermeasures such as authentication and encryption, whereas others require some sort of physical action to prevent or recover from the loss of availability of elements of a distributed system. X800 treats availability as a property to be associated with various security services. X800ല് ഈ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വേരിയസ് മറ്റുള്ള പല സെക്യൂരിറ്റി സർവീസിനും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അവൈലബിലിറ്റി സർവീസ് വൺ ഓഫ് ദാറ്റ് പ്രൊട്ടക്ട്സ് സിസ്റ്റം ടു എൻഷുർ ഇറ്റ്സ് അവൈലബിലിറ്റി. ഇവിടെ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സിനെ റേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ പർട്ടിക്കുലർ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ. It depends on proper management and control of system resources and thus depends on access of particular security services. So here നമ്മൾ സർവീസസിന്റെ കാര്യം പറയുമ്പോൾ അവൈലബിൾ സർവീസസിന്റെ കാര്യം കൂടി ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്യൂരിറ്റി സർവീസസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ OS ആർക്കിടെക്ചറിന്റെ സെക്യൂരിറ്റി അറ്റാക്സ് പറഞ്ഞു, സെക്യൂരിറ്റി സർവീസസ് ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെക്യൂരിറ്റി മെക്കാനിസംസിലേക്ക് പോകും. അപ്പൊ 5 സെക്യൂരിറ്റി സർവീസസ് ആണ് ഉള്ളതെങ്കിൽ കൂടിയും നമ്മൾ അവൈലബിലിറ്റി സർവീസസിന്റെ കാര്യം ജസ്റ്റ് മെൻഷൻ ചെയ്ത് വിടണം. കാരണം അത് നമ്മൾ CA ട്രയറിൽ മെയിൻ ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി ഒബ്ജക്റ്റീവ് ആണ് ഈ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.